സജ്ജനങ്ങളെ, നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പെരുന്തച്ചനാൽ നിർമ്മിതമായ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഭട്ടതിരിമാരും നമ്പൂതിരിമാരും തമ്മിലുള്ള കലഹം മൂത്തപ്പോൾ നമ്പൂതിരിമാർ തച്ചനോട് ഒരു ക്ഷേത്രം നിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും മാടത്തിലപ്പൻ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മാറി 20 മീറ്റർ മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാടത്തിലപ്പൻ മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ ഒന്നാണ്. അപ്പോൾ തൊട്ടടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരുന്തച്ചൻ്റെ കരവിരുതുകളെല്ലാം ഈ ക്ഷേത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇതിനകത്തുള്ളത്. ശ്രീകോവിലിനായിട്ട് അഭിമുഖീകരിച്ചിട്ടാണ് ശിവനും പാർവതിയും കുടികൊള്ളുന്നത്. അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാർവതി ദേവിയുടെ വിഗ്രഹം കരിങ്കല്ലിനാൽ കൊത്തി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. തച്ചൻ്റെ കരവിരുതുകളാണ് ആ വിഗ്രഹത്തിലും കാണാൻ കഴിയുന്നത്. ഉപദേവതമാരായിട്ട് ദക്ഷിണാമൂർത്തി, ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, നാലമ്പലത്തിന് പുറത്ത് ബ്രഹ്മരക്ഷസും നാഗദൈവങ്ങളും കുടികൊള്ളുന്നു. മഹാവിഷ്ണുവും ദുർഗയും യക്ഷിയമ്മയുമാണ് ഉപദേവതമാരായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ആലുവയിൽ വന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വരിക. ഈ ക്ഷേത്രം കൂടാതെ തന്നെ പെരുന്തച്ചൻ്റെ പ്രധാന ദേവനായിട്ട് കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമുണ്ട്. വീണ്ടും നമ്മൾ നാളെ അതിൻ്റെ എപ്പിസോഡുമായിട്ട് വരും. കാത്തിരിക്കുക.